ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ സഹായമുണ്ടാവാൻ നിസ്കാരം വേണം എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. നിസ്കാരമുള്ളവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക സഹായം ഉണ്ട് എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. നിരവധി സംഭവങ്ങളിലേക്ക് നമുക്ക് ഇത് സംബന്ധമായി ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഒരു സമൂഹത്തിൽ ധാരാളം നേട്ടങ്ങൾ നിസ്കാരം എന്ന് പറയുന്ന പുണ്യകർമ്മം കൊണ്ട് ഉണ്ടാകും എന്നതിലേക്ക് യുഗങ്ങളിൽ പല പല ചരിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാവാനും നിസ്കാരത്തെ നിലനിർത്തലും ഉപേക്ഷിക്കലും ഒരു നിർണായകമായ സ്ഥാനം വഹിക്കും എന്നത് തീർച്ചയാണ്. നമ്മുടെ പരിസരങ്ങളിൽ ധാരാളം അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ അതുപോലത്തെ ഒന്ന് എനിക്ക് വേണം എന്ന് കണ്ണ് നട്ട് നോക്കി നിന്ന് പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് സംജാതമാവാറുണ്ട്. ഖുർആന്റെ ഉപദേശം അങ്ങനെ നിങ്ങൾ നോക്കേണ്ടതില്ല, നിങ്ങൾക്കും അതല്ല അതിലപ്പുറം കിട്ടും. നിസ്കരിച്ചാൽ മതി എന്നാ ഖുർആൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഏതായാലും ആ ആയത്തുകളിലേക്ക് കടന്നു വരാണ്. സൂറത്ത് ത്വാഹയിലാണ് ഈ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 131, 132 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. അല്ലാഹു പറയുന്നു, നിന്റെ പരിസരങ്ങളിൽ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ കണ്ണ് ചിമ്മാതെ അങ്ങോട്ട് നോക്കി നിൽക്കേണ്ടതില്ല. ഇലാമാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തുൽ ഹയാത്തിദ് ദുനിയാ. പല വിഭാഗം ആളുകൾക്കും നാം ഐഹിക ജീവിതാലങ്കാരം അവരുടെ അനുഭവത്തിലേക്ക് നാം കൊടുത്തത് നീ നിന്റെ ദൃഷ്ടി പതറാതെ നോക്കി നിന്ന് അത്ഭുതപ്പെടേണ്ടതില്ല. അവരെ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അല്ലാഹു അത് നൽകിയത്. എന്നാൽ വരിസ്ഖു റബ്ബിക ഖൈറു വഅബ്ഖാ, പരീക്ഷിക്കാൻ വേണ്ടി നീ കാണുന്നോടത്തൊക്കെ വലിയ വലിയ അനുഗ്രഹമുള്ളവർക്ക് അത് പരീക്ഷണമായിരിക്കും. നീ നിന്റെ റബ്ബിൽ നിന്നും നേടിയെടുക്കുകയാണെങ്കിൽ പരീക്ഷണമില്ലാതെ നിനക്ക് ഖൈറായ നിലയിൽ കിട്ടുകയും ചെയ്യും. നീ കാണുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ അവരെ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തായിരിക്കും. എന്നാൽ അതുപോലത്തെ നിനക്ക് കിട്ടും പരീക്ഷിക്കാൻ വേണ്ടി അല്ലാത്ത നിലക്ക്. അതിന് നീ നിന്റെ റബ്ബിൽ നിന്നും അത് നേടാനുള്ള വഴി സ്വീകരിച്ചോ. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ, അള്ളാഹു തരാന്ന് വെച്ചാൽ പരീക്ഷിക്കാൻ വേണ്ടി കൊടുത്തതുപോലെ അല്ല, അല്ലാതെ അള്ളാഹു ഓശാരമായി തരാന്ന് വെച്ചാൽ അതിലൊക്കെ എത്രയോ നന്നായിട്ട്, ഈ ദുനിയാവിലുള്ളതിനേക്കാൾ ഏറ്റവും നന്നായിട്ട് പടച്ചോന്റെ പൊരുത്തത്തോടു കൂടെ നിനക്കത് കിട്ടും. അതിന് നീ എന്ത് ചെയ്താൽ മതി? ആ കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് കിട്ടും. അവിടെ കൊടുത്തത് പരീക്ഷിക്കാൻ വേണ്ടി, പരീക്ഷിക്ക എന്ന അർത്ഥത്തിൽ അല്ലാതെ നിനക്ക് കിട്ടും. അതിന് നീ എന്ത് ചെയ്താൽ മതി? നീ ഒറ്റക്ക് പോരാ, നിന്റെ കുടുംബവും കൂടി കൂടണം. വഅ്മുർ അഹ്ലക ബിസ്സലാ, ആദ്യം നീ കൃത്യമായി നിസ്കരിക്കണം, ജമാഅത്ത് പാലിക്കണം, അതുപോലെ തന്നെ നിന്റെ സമയം പാലിക്കണം. അതോടൊപ്പം തന്നെ നിന്റെ കുടുംബവും ഇതുപോലെ ആവണം. നീയും നിന്റെ കുടുംബവും ഈ വിഷയത്തിൽ കറക്റ്റാണ് എങ്കിൽ, ഏത് വിഷയം? നിസ്കാരത്തിന്റെ വിഷയത്തിൽ കറക്റ്റാണ് എങ്കിൽ അള്ളാഹു അതുപോലെ തന്നെ തരും. ഇത്തിരി പ്രയാസ വസ്തബിർ അലൈഹ, നീയും കറക്റ്റാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ, നിന്റെ കുടുംബത്തിലെ എല്ലാവരും കറക്റ്റാണ്. വസ്തബിർ അലൈഹ, അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ നല്ല ക്ഷമ വേണം. ക്ഷമിച്ചുകൊണ്ട് നീ അത് നിലനിർത്തി പോന്നു കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു നഹ്നു നർസുഖുക, അതുപോലത്തെ എല്ലാത്തിലും ഖൈറ് നിനക്ക് അള്ളാഹു തരും. വൽ ആഖിബതു ലിത്തഖ്വാ, എല്ലാത്തിന്റെയും പരമമായ വിജയം തഖ്വയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നിസ്കാരം കൊണ്ട് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും.
നിസ്കാരം കൊണ്ട് ദുനിയാവിന്റെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ആഖിറത്തിന്റെ അനുഗ്രഹം എന്തായാലും കിട്ടും, ദുനിയാവിന്റെ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, 5 കാര്യങ്ങൾ ചെയ്യാത്തവർക്ക് അല്ലാഹു 5 കാര്യം കൊടുക്കൂല. അല്ലാഹു തരൂലോ എല്ലാ കാര്യങ്ങളും. ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കാണുമ്പോൾ, സാമ്പത്തിക വളർച്ച കാണുമ്പോൾ എനിക്കും അത് വേണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും കുടുംബസമേതം നിസ്കാരത്തിൽ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് നിസ്കാരം ഭംഗിയാക്കി കൊണ്ട് നടന്നാൽ മതി, അതൊക്കെ നമുക്കും കിട്ടും. മുത്തുനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 5 കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ അല്ലാഹു 5 കാര്യം ആ മനുഷ്യന് കൊടുക്കൂല. 5 ചെയ്താൽ 5 കിട്ടും, 5 എണ്ണം ചെയ്തില്ലെങ്കിൽ കിട്ടൂല. ഏതാണ് 5 കാര്യങ്ങൾ? من منع من نفسه خمسة منع الله منه خمسة. 5 കാര്യം ഒരാൾ വേണ്ടെന്ന് വെച്ചാൽ അല്ലാഹു 5 കാര്യം കൊടുക്കൂല. അൽ അവ്വലു മൻ മനഅ ദുആ മനഅ മിൻഹു അൽ ഇജാബ. നമുക്കൊരു ആവശ്യം വന്നു, ഒന്നാമത്തെ കാര്യം നമുക്കൊരു ആവശ്യം വന്നു, അത് അല്ലാഹുവോട് ചോദിച്ചാൽ റബ്ബ് അത് നടത്തി തരും. എന്നാൽ ചോദിക്കാതിരുന്നാൽ അത് അല്ലാഹു നടത്തി തരൂല. എന്നാൽ ചോദിക്കാതിരിക്കുന്നതിന്റെ പേരിൽ അല്ലാഹു അത് നടത്തി തരാതിരിക്കലാണ് സംഭവിക്കുക എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളത് ചോദിച്ചാൽ അല്ലാഹു നടത്തി തരും. അപ്പൊ ചോദിക്കുക എന്ന പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അല്ലാഹു ഇങ്ങോട്ട് നടത്തി തരിക എന്ന പ്രവൃത്തി ചെയ്യാതിരിക്കും. 5 കാര്യം നീ ചെയ്തില്ലെങ്കിൽ 5 കാര്യം അല്ലാഹു ഇങ്ങോട്ട് ചെയ്യൂല. ഒന്നാമത്തേത് ദുആയാണ്. ദുആ ചെയ്യാതെ അല്ലാഹു ആ ദുആഇന്റെ ഇജാബത്തിലൂടെ സംഭവിക്കേണ്ട കാര്യത്തെ നടത്തി കൊടുക്കൂല. രണ്ടാമത്തേത് മമ്മനഅ സ്വദഖത മനഅ അല്ലാഹു മിൻഹുൽ ആഫിയ. ഒരാൾ സ്വദഖ ചെയ്യാതിരുന്നാൽ അവന്റെ ശരീരത്തിന്റെ ആഫിയത്ത് പെട്ടെന്ന് നഷ്ടപ്പെട്ടേക്കാം. അല്ലാഹു ആഫിയത്തിനെ കൊടുക്കൂല. അപ്പൊ സ്വദഖ ചെയ്ത ആഫിയത്ത് ഉണ്ടാകും. സ്വദഖ ചെയ്താൽ ദുർമരണങ്ങളിൽ നിന്നും കാവലുണ്ടെന്ന് മുഹമ്മദ് റസൂൽ. ഇന്ന സ്വദഖത ലതുത്ഫിഉ ഗളബർ റബ്ബി വതദ്ഫഉ മിതതസ്സൂ. അല്ലാഹുവിന്റെ കോപത്തെ അണച്ചു കളയാൻ കഴിയുന്നത് സ്വദഖക്ക് മാത്രമാണ്. ദുർമരണത്തിന് സ്വദഖ കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സ്വദഖ ചെയ്യുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ അല്ലാഹു ആ മനുഷ്യന്റെ ആഫിയത്തിനെ തിരിച്ചെടുക്കുമത്രേ. മൂന്നാമത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മനഅ സകാത മനഅ മിൻഹു ഹിഫ്ളൽ മാലി. ആരെങ്കിലും സകാത്ത് കൊടുക്കുന്നില്ല എന്ന് വെച്ചിരുന്നാൽ, സക്കാത്ത് കൊടുക്കുന്നില്ല, സക്കാത്തിന് തടസ്സമായിട്ട് നിന്നു, സക്കാത്ത് കൊടുക്കുന്നില്ല, എന്നാൽ അവന്റെ മുതലിന്റെ സംരക്ഷണം അല്ലാഹു ചെയ്തു കൊടുക്കൂല. സക്കാത്ത് കൊടുക്കുന്ന മുതലുകൾ നിലനിൽക്കുന്ന ഈ മുതൽ സംരക്ഷിക്കുക എന്നത് അല്ലാഹു ചെയ്തു കൊടുക്കൂല. കാരണം ഇവൻ സക്കാത്ത് കൊടുത്തില്ലല്ലോ. 5 കാര്യം നമ്മൾ ചെയ്യാതിരുന്ന 5 കാര്യം അല്ലാഹു നടത്തി തരില്ല. ഇനി നാലാമത്തേത് പിന്നെ നനച്ചുണ്ടാക്കിയ സകാത്ത് പോലെയുള്ള നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ അതിൽ നിന്നും നിർബന്ധമായ ദാനമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുണ്ടാക്കുന്നതിന്റെ ഒരു വിഹിതം അതിന്റെ നിർബന്ധിതമായ ദാനധർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ജോലിയുടെ ബർക്കത്ത് അല്ലാഹു തരൂല. 10,000 രൂപ വരുമാനമുള്ള ഒരു കൃഷി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ അല്ലാഹു ആ കൃഷിയിൽ ബർക്കത്ത് തരൂല. പിന്നെയോ 5-ാമത്തെ കാര്യം മൻ മനഅ ഹുദൂറൽ ജമാഅത്തി മനഅ അല്ലാഹു മിൻഹു ശഹാദ. ഒരാൾ ജമാഅത്തായുള്ള നിസ്കാരം വേണ്ട എന്ന് വെച്ചാൽ അവൻ ചൊല്ലുന്ന ഷഹാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അംഗത്വം അവന് അല്ലാഹു നൽകൂല. എന്താ കാരണം? ജമാഅത്ത് വേണ്ടെന്ന് വെച്ചാൽ. നമുക്കൊരു ധാരണ ഉണ്ട്, നിസ്കാരം ഇപ്പൊ എങ്ങനെ നിസ്കരിച്ചാൽ മതി. നിസ്കാരത്തെ അല്ലാഹു വെച്ചിരിക്കുന്നത് ജമാഅത്തോടു കൂടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരം എന്ന് പറയുന്നത് ജമാഅത്തായിട്ട്
നിർവഹിക്കേണ്ടത്. അതിന്റെ ആ ഒരു സ്റ്റൈൽ അത് തന്നെയാണ്. പിന്നെ എങ്ങാനും ജമാഅത്ത് ഇല്ലാതെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രം, അത് നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിൽ മാത്രം ഒറ്റക്ക് നിസ്കരിക്കുക എന്നൊരു സിലബസേ ഉള്ളൂ നമുക്ക്. വീടിന്റെ അകത്ത് സ്ത്രീകൾക്ക് അവരുടെ പെൺമക്കളെയും ചെറിയ ആൺമക്കളെയും ഒക്കെ വിളിച്ചുകൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാലോ. അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകൽ പ്രയാസകരമാകുന്ന അവസ്ഥയിൽ ഭർത്താവിനും ഭാര്യയ്ക്കും വീട്ടിൽ നിസ്കരിക്കാലോ. മരുമോൾക്കും ഉമ്മാക്കും അമ്മായിമക്കും ഒരുമിച്ച് നിസ്കരിക്കാലോ ജമാഅത്തായിട്ട്. നിസ്കാരത്തിന്റെ പൊതുവായ സ്വഭാവം അത് ജമാഅത്തായി നിസ്കരിക്കാനാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം, സയ്യിദുനാ മീകായിൽ അലൈഹിസ്സലാം, 2 മലക്കുകളും ഹബീബിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞേൽപ്പിച്ച സലാം ഭവ്യതയോടുകൂടെ പറഞ്ഞേൽപ്പിച്ചു. ഹബീബായ നബി തങ്ങൾ ആ സലാം അടക്കുകയാണ്. എന്നിട്ടോ ജിബ്രീലും മീകായിലും അലൈഹിസ്സലാത്തു വസ്സലാം 2 പേരും പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിനോട് പറയാൻ അള്ളാഹു പറഞ്ഞേൽപ്പിച്ചതായിട്ട് പറയാണ്, താരിഖുൽ ജമാഅത്തി മിൻ ഉമ്മത്തിക ലാ യജിദു റീഹൽ ജന്നാ. നിസ്കാരത്തിന്റെ ജമാഅത്തിന് ആവശ്യമില്ലാതെ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ വാസന ഇല്ലെന്ന് അല്ലാഹ് പറയാൻ പറഞ്ഞേൽപ്പിച്ചു നബിയേ സയ്യിദുനാ ജിബ്രീൽ. ഇനി നിസ്കാരത്തിന്റെ ജമാഅത്ത് അവഗണിക്കുന്നവൻ, അവൻ ചെയ്യുന്ന അമലുണ്ടല്ലോ, ഈ ഭൂമിയിലുള്ള ആളുകൾ മുഴുവനും ചെയ്യുന്ന അമലിനോളം ഇവൻ ഒറ്റയ്ക്ക് അമൽ ചെയ്താൽ ഉണ്ട് എങ്കിൽ പോലും അവന്റെ അമലുകൾ അല്ലാഹു പരിഗണിക്കൂല. അള്ളാഹു പറഞ്ഞേൽപ്പിച്ചതായി ജിബ്രീൽ തുടരുകയാണ് അലൈഹിസ്സലാം. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, ജമാഅത്ത് ഉപേക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് നബിയേ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരം എന്നത് നിർവഹിക്കപ്പെടേണ്ടത് ജമാഅത്ത് എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കണം. ഇദാ റഅയ്തുമുർ റജുല യുലാസിമുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളെ പള്ളിയെ ദായിമാക്കുന്ന, പള്ളിയെ സ്വീകരിച്ച് പള്ളിയെ ലാസിമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർക്ക് പള്ളി 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 എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ അവർക്ക് ഈമാൻ ഉണ്ടെന്ന് നിങ്ങൾ സാക്ഷിയായിക്കോ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ഒരുപാട് അനുസരിക്കാൻ ഉണ്ട് എന്ന് ചുരുക്കം. അങ്ങനെയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മഹാനായ അബൂ യസീദ് അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു യാത്ര പോകുന്ന ഒരു സംഭവം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. വളരെ സംഭവബഹുലമായൊരു കഥയാണിത്, ഒരു ചരിത്രമാണ്. മഹാനായ അബൂ യസീദ് അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടഭാജനമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അബൂ താലിബിന്റെ മറ്റൊരു മകനാണ്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്. ഈ അഖീൽ ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന സ്വഹാബിയെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമാണ് സർവ്വസാധാരണ പ്രഭാഷണങ്ങളൊക്കെ കേട്ടു പോവാറുള്ളൂ. ഈ അഖീൽ ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന മഹാനായ സ്വഹാബി ഇസ്ലാമിൽ വരാനൊരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും, ഇസ്ലാമിൽ അംഗത്വം എടുത്തിട്ടുണ്ട് എങ്കിലും, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമാനുഷികമായ കഴിവുകളും പ്രവാചകത്വവും നുബുവത്തും മുഅ്ജിസത്തും ഒക്കെ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. സ്വഹാബികൾക്ക് നബി തങ്ങളിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മുഅ്ജിസത്തുകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, നുബുവത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്, റിസാലത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മഹാനായ അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനായ ഈ സ്വഹാബിയുടെ ഇസ്ലാമികാശ്ലേഷണത്തിന്റെ ശേഷമുള്ള മനസ്സിന്റെ ഉള്ളിലുള്ള ഈമാൻ സുദൃഢമാകുന്ന ഒരു സന്ദർഭത്തെ മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. മഹാനായ അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ന ഈ സ്വഹാബി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്ര പോവാൻ. അതിന്റെ ഇടയിലൊന്ന് പറയട്ടെ, ഈ അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ന ഈ സ്വഹാബിയോട് നബി തങ്ങൾ പറയാറുണ്ട്, അഖീലേ, എനിക്ക് നിന്നെ 2 ഇഷ്ടമാണ്, 2 ഇഷ്ടം. നിന്നോട് എനിക്കുള്ളത് 2 ഇഷ്ടമാണ്.
ഒന്നാമത്തെ ഇഷ്ടം നീ എന്റെ കുടുംബക്കാരനാണ് എന്ന ഇഷ്ടമാണ്. രണ്ടാമത്തെ ഇഷ്ടം എന്റെ പിതാവിന്റെ സഹോദരന് നിന്നോട് ഇഷ്ടം ഉണ്ട് എന്ന ഇഷ്ടമാണ്. അതായത് അബൂ താലിബിന് ഈ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഇദ്ദേഹത്തോടാണ് എന്നൊരു ഇഷ്ടം എനിക്കും ഉണ്ട്. എന്റെ പിതാവിന്റെ സഹോദരന് നിന്നോടുള്ള ഇഷ്ടം, ആ ഇഷ്ടം എനിക്കുണ്ട്. ഇങ്ങനെ രണ്ട് ഇഷ്ടമാണ് എനിക്ക് നിന്നോടുള്ളതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹബീബിന്റെ കൂടെ യാത്ര ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ 3 കാര്യങ്ങൾ കാണുകയാണ്. ഈ 3 അനുഭവം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എന്റെ മനസ്സിന്റെ അകത്തുള്ള ഈമാൻ സ്ഥിരപ്പെടുന്നത് ആ 3 അനുഭവം എനിക്കുള്ളപ്പോഴാണ്. ഒരു യാത്ര തന്നെയാണ് 3 അനുഭവം. അതിൽ ഒന്നാമത്തെ അനുഭവം فأولها أن النبي صلى الله عليه وسلم أراد أن يقضي حاجته وكان بحذائه أشجار. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ അവിടുത്തെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി, അവിടുത്തെ മറ്റു ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ഒന്ന് വിശ്രമിക്കാനും അതിനുമായി യാത്രയുടെ ഇടയിൽ ഇറങ്ങി. വിജനമായൊരു സ്ഥലം. പൊതുവെ നാണം കൂടുതലുള്ള ഒരു പ്രകൃതമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. അവിടുന്ന് ഒന്ന് കുളിക്കണം, അവിടുത്തെ ആവശ്യങ്ങൾ നിർവഹിക്കണം, വുളു എടുക്കണം, അതിനൊക്കെ ഒരു മറ വേണമെന്ന് പൊതുവെ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പബ്ലിക്കായി കുളിക്കലൊന്നുമില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ നിലവിൽ യാത്രയ്ക്ക് വിശ്രമിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സ്ഥലത്ത് ധാരാളം മരങ്ങൾ ചുറ്റിലുമുണ്ട്. വലിയ വലിയ മരങ്ങൾ. ഒരു മനുഷ്യന് മറഞ്ഞു നിന്ന് കുളിക്കാൻ വിധം മറപിടിക്കാൻ പാകത്തിനുള്ള തടി കൂടുതലുള്ള വലിയ വലിയ മരങ്ങളുണ്ട്. ഹബീബായ നബി തങ്ങൾ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നിടത്ത് മരങ്ങളില്ല, ചുറ്റുവട്ടത്തുമുണ്ട്. അതിൽ നിന്നും 2-3 മരങ്ങളൊക്കെ ഒന്ന് അടുത്തടുത്ത് കിട്ടായിരുന്നെങ്കിൽ വലിയ സൗകര്യമായി. ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, മോനെ നീ അവിടെ ചെന്നിട്ട് ആ മരങ്ങളോട് പറയണം, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു തആലൈന വകൂനി ലീ സിതറാ ഫഇന്നി ഉരീദു അൻ അതവല്ലഅ. മോനെ അഖീലേ, നീ അവിടെ ചെന്നുകൊണ്ട് ആ മരങ്ങളോട് പറയേ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വരുന്നത്, നിങ്ങളൊന്ന് വന്ന് എനിക്ക് മറ പിടിക്കുമോ എന്ന് ചോദിക്കും മോനെ അവിടെ ചെന്ന്. അങ്ങനെ ചോദിച്ചാൽ ആ മരങ്ങൾ ഇവിടെ വന്ന് എനിക്ക് മറയിട്ട് കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായി ഒന്ന് ഉളൂ ചെയ്യാമല്ലോ, മറയിൽ നിന്നും ഉളൂ ചെയ്യാം. മഹാനായ അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഈ സഹാബി വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തൂട്ടായി പറയുന്നത്, ആ നിൽക്കുന്ന മരത്തോടൊക്കെ ഇവിടെ വരാൻ പറയാനോ? വന്നത് തന്നെ. ഈമാൻ ഉള്ളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല കേട്ടോ. അഖീൽ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖറജതു ഫമസ്തത്മംതു റിസാല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ, അല്ലാഹുവിന്റെ റസൂൽ എന്ന് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മരങ്ങളുടെ കടപുഴുകിയിട്ട് വേരിൽ നിന്നും മണ്ണടർന്ന് വീഴും വിധം അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി ബിലാ സാഖിം വലാ ഖദമി മൗലായ സല്ലി വസാ ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വൃക്ഷങ്ങളുടെ വലിയ വേരുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കട്ടകൾ മുഴുവനും അടർന്ന് താഴേക്ക് വീണ് ഈ വൃക്ഷങ്ങൾ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നുകൊണ്ട് ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وتحولت حوله حتى فارغ النبي صلى الله عليه وسلم فرجعت الى مكانه. നബി തങ്ങൾക്ക് മറ സൃഷ്ടിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളൊക്കെ ഇങ്ങനെ എണ്ണി പറയുന്ന മദ്ഹയിലൊക്കെ നമുക്ക് കാണാലോ, ഹദീസിലൊക്കെ ഉള്ളതാണല്ലോ. മരങ്ങൾ വന്നുകൊണ്ട് അവിടുത്തെ മുന്നിൽ വന്നു. മരങ്ങൾ ഇങ്ങനെ കടപുഴുകി വന്നിട്ട് നടന്നു വരുന്ന പോലെ വന്നിട്ട് ഇങ്ങനെ മറയിട്ട് അവിടെ നിന്നിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു. എന്നിട്ട് ആ മരങ്ങളെ പറഞ്ഞയച്ചു. മരങ്ങൾ യഥാർത്ഥ സ്ഥലത്ത് പോയി പഴയതുപോലെയായി. ഇത് മുതുകാടിന്റെ മാജിക്കല്ല, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണിത്. ഇത് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണുന്ന മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ ഒരു മുഅ്ജിസത്താണ്. നബിയെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതല്ല, ഇതിനപ്പുറം കഴിയും.
അള്ളാഹു അത്രയ്ക്കും ഏറ്റെടുത്തിരിക്കുന്ന നബിയാണ്. മുഅ്ജിസത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. എന്റെ മനസ്സങ്ങ് ഞെട്ടിപ്പോയി കളഞ്ഞു. എന്താ ഈ പറയുന്നത്? ആ മരങ്ങളൊക്കെ കടപുഴകി ഇവിടെ വന്ന് നിൽക്കുക, എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ അങ്ങോട്ട് പോവാ. നബിതങ്ങൾ പോലും വിളിച്ചില്ല. നബി പറഞ്ഞയച്ച ഞാനാ പോയി വിളിച്ചത്. നബി വിളിക്കുന്നു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും വന്നു. എന്റെ രണ്ടാമത്തെ അനുഭവം അതേ യാത്രയിൽ തന്നെയാണ്. യാത്ര പിന്നെയും തുടർന്നു. എനിക്ക് ശക്തമായ ദാഹം വന്നപ്പോൾ ഞാൻ കുടിക്കാൻ വെള്ളം തേടി. എവിടെയും വെള്ളമില്ല. അങ്ങനെ ഞാൻ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വെള്ളം ചോദിച്ചു. നബിയേ, എനിക്ക് വെള്ളം വേണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ, ഈ പർവ്വതത്തിന്റെ താഴേക്ക് ഇറങ്ങിച്ചെല്ല്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ വലിയ പാറയാകുന്ന പർവ്വതത്തോട് നീ പറയ്, ഞാൻ ഈ പർവ്വതത്തിന് സലാം പറഞ്ഞതായിട്ട്. അങ്ങനെ അദ്ദേഹം ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ആ വലിയ പാറക്കെട്ടിനോട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സലാം അറിയിച്ചു. അങ്ങനെ ആ പാറക്കെട്ടിനോട് ഹബീബായ നബി തങ്ങൾ വെള്ളം ചോദിച്ചു എനിക്ക് വേണ്ടിയിട്ട്. അതങ്ങട്ട് പറഞ്ഞു. പറഞ്ഞപ്പോൾ സുബ്ഹാന റബ്ബി, പർവ്വതം സംസാരിക്കാൻ തുടങ്ങി. ഫമസ്തത്മംതു ഹത്താ ഖാലൽ ജബലു ബികലാമിൻ ഫസീഹ്. ഓ അഖീൽ ഇബ്നു അബീ ത്വാലിബേ, നീ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെ പോയിട്ട് പറയണം, അന മുൻദു യൗമി അൻസലല്ലാഹു ഹാദിഹിൽ ആയ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. അഖീല, നീ അവിടെ പോയിട്ട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനങ്ങൾ മനുഷ്യന്റെ പച്ച ശരീരവും വലിയ വലിയ കല്ലുകളാണ് എന്ന ആയത്ത് ഖുർആനിലുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയ ശേഷം ആ കത്തിക്കപ്പെടുന്ന കല്ല് ഞാനാകുമോ എന്ന ഭയത്താൽ ഇവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് കരഞ്ഞ് എന്റെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തീർന്നു. അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം പർവ്വതത്തോട് ചോദിച്ചാൽ കിട്ടൂന്നല്ലേ പറഞ്ഞു വിട്ടത്. കരഞ്ഞ് ആ വെള്ളമൊക്കെ തീർന്നു പോയി എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി പറയ് എന്ന് പറഞ്ഞയച്ചു എന്നെ ആ പർവ്വതം, ആ പാറ. എന്റെ രണ്ടാമത്തെ അനുഭവത. ഇതേ യാത്രയിൽ തന്നെ മൂന്നാമത്തെ അനുഭവം എനിക്ക് ഉണ്ടാവുകയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ഞങ്ങൾ ഒരു ഒട്ടകത്തെ കണ്ടു. ആ ഒട്ടകം ഓടി വരികയാണ്. ആ ഒട്ടകത്തിന്റെ പിന്നാലെ ഊരിപ്പിടിച്ച വാളുമായി ഒരു മനുഷ്യൻ ഓടി വരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ അഭയം തേടുകയാണ്. وتذلل بين يديك واستجارك يا حبيبي عندك لبي النفور. ഹബീബിന്റെ മുന്നിലേക്ക് ഒട്ടകം ഓടി വന്നുകൊണ്ട് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നു. ആ സമയം ഒട്ടകത്തിന്റെ പിന്നാലെ ഊരിപ്പിടിച്ച വാളുമായി അതിന്റെ യജമാനൻ ഓടി വരുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ആ യജമാനനോട്, എന്താ നീ ഉദ്ദേശിക്കുന്നത്? അയാൾ പറഞ്ഞു, നബിയെ, യാ റസൂലല്ലാഹ്, ഇസ്തറൈതുഹു ബിസമനിൻ കസീരിൻ, ഒരുപാട് പൈസ കൊടുത്തിട്ടാ ഞാൻ ഈ ഒട്ടകത്തെ വാങ്ങിയത് നബിയെ. പക്ഷെ ഈ ഒട്ടകം എനിക്ക് വഴിപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതിനകണ്ട അറുത്തിട്ട് ഇതിന്റെ ഇറച്ചി കറി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തോട് ചോദിച്ചു, അല്ല ഒട്ടകമേ, നീ എന്തിനാണ് നിന്റെ യജമാനനോട് എതിര് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒട്ടകം പറഞ്ഞു, ലസ്തു അസിഹി മിനൽ അമലി, അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ എനിക്ക് എതിർപ്പില്ല നബിയെ. പക്ഷേ വലാകിനി അസിഹി, എനിക്ക് എതിർപ്പ് മിൻ അൻ യുസല്ലിയഹാ എനിക്ക് എതിർപ്പുള്ളത് വലാകിന്നി അഅസിഹി മിൻ ദാലികൽ അമലിൽ ഖബീഹ് ഇൻദഹു ലിഅന്നൽ ഖബീലത അല്ലതി ഹുവ ഫീഹാ യനാമൂന അൻ സ്വലാത്തിൽ ഇശാഇൽ ആഖിറ. നബിയെ, അയാൾക്ക് ജോലി ചെയ്തു കൊടുക്കാനൊന്നും എനിക്ക് എതിർപ്പില്ല. ഇദ്ദേഹം ഉൾപ്പെട്ട ആ സമൂഹം രാത്രി ഇശ നിസ്കരിക്കാതെ കിടന്നുറങ്ങാറുണ്ട്. ആ വിഷയത്തിൽ എനിക്ക് അവരോട് എതിർപ്പുണ്ട് എന്നല്ലാതെ വ്യക്തിപരമായി ഇയാളോട് എനിക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് അവർ ഇശ നിസ്കരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തന്നാൽ അയാൾക്ക് വഴിപ്പെടാൻ ഞാനും ഉറപ്പ് തരാം നബിയെ. ഒരു ഒട്ടകത്തെ കൊണ്ടുപോലും ഒരു മുഅ്ജിസത്തിന്റെ പ്രവാചകൻ ഇങ്ങനെ സംസാരിപ്പിക്കുകയാണ്. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തിയതാണ്. ഈ സംഭവം കൂടി ഞാൻ കണ്ടപ്പോൾ
അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ മനസ്സിന്റെ അകത്തളത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഈമാന്റെ ബന്ധം ദൃഢമാവുകയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒട്ടകം പോലും ഭയന്നിരുന്നത് അള്ളാഹുവിന്റെ അദാബ് ആ ജനതയിൽ സംഭവിക്കും എന്ന വിവേകത്തോടു കൂടെയായിരുന്നു എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നിസ്കാരം ചെറിയ കാര്യമല്ല, നിസ്കാരം വലിയ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ നേട്ടങ്ങൾ സ്വായത്തമാക്കാനും ജീവിതത്തിൽ വരാനിരിക്കുന്ന നഷ്ടങ്ങൾക്ക് കാവലേകാനും നിസ്കാരം എന്ന് പറയുന്ന പുണ്യകർമ്മം കൊണ്ടുള്ള രീതികൾ അള്ളാഹു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. സർവശക്തനായ അള്ളാഹു നമുക്ക് നിസ്കാരം കൊണ്ട് നേട്ടമുണ്ടാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.